ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് കോഴിയിറച്ചിയുടെ വില നിയന്ത്രണാതീതമായി ഉയരുന്നു. കിലോയ്ക്ക് 270 രൂപ വരെയാണ് വില. ശബരിമല സീസണിലും വില കയറാനിടയായത് കോഴി ഫാം ഉടമകളുടെ സമരമാണെന്ന് പറയുന്നു. ഇന്ന് 1 കിലോ കോഴിയിറച്ചിക്ക് 270 മുതൽ 280 രൂപ വരെയാണ് വില. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇറച്ചിക്കോഴിയുടെ വിലയിൽ 50 രൂപയിലധികമാണ് വർദ്ധിച്ചത്. വരും ദിവസങ്ങളിലും വില കൂടാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. 3 ആഴ്ച മുൻപ് 170 രൂപയായിരുന്നു. പിന്നീട് 2 ആഴ്ച മുമ്പ് ബ്രോയിലർ കോഴിക്ക് 200 രൂപയായി ഉയർന്നു. പിന്നീടാണ് വീണ്ടും വില കുതിച്ചത്. അതേസമയം വിലകയറ്റത്തിന് വ്യാപാരികൾ കോഴി കർഷകരെ പഴിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് കോഴികൾ കേരളത്തിലെത്തിക്കുന്നത്. വില ഉയർന്നതോടെ ആവശ്യക്കാർ കുറഞ്ഞിട്ടുണ്ടെങ്കിലും വിവാഹാവശ്യക്കാർ ശരിക്കും വലഞ്ഞു. പ്രതിവർഷം കേരളത്തിലേക്ക് എത്തുന്നത് 25 ലക്ഷം കിലോ കോഴിയിറച്ചി ആവശ്യമാണെന്ന് നെന്മാറയിലെ പ്രമുഖ കോഴി മൊത്തക്കച്ചവടക്കാരായ RMF ചിക്കൻ ഉടമകൾ S. ജയകുമാറും S. സുരേഷും പറഞ്ഞു. സാധാരണ 160 രൂപ മുതൽ 200 രൂപ വരെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 30 വർഷവും ഞങ്ങൾ വിറ്റിരിക്കുന്ന വില. പക്ഷേ ഇപ്പോൾ അത് 270 രൂപ വരെ വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും ഹോട്ടൽ ഉടമസ്ഥന്മാർക്കും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വില വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം കഴിഞ്ഞ ഡിസംബറിന് മുമ്പ്, ഇപ്പോൾ ഈ ഡിസംബറിന് മുമ്പ് നമ്മുടെ കേരളത്തിനകത്തുള്ള ഫാമുകളിലും പുറത്തുള്ള ഫാമുകളിലും എല്ലാം ഉൽപ്പാദന ചെലവിനേക്കാൾ വളരെ താഴ്ന്ന രീതിക്ക് വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് വളരെ തറ ലെവലിലുള്ള ഒരു മാർക്കറ്റ് റേറ്റിനാണ് കൊടുക്കേണ്ടി വന്നത്. അതുമൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഫാർമേഴ്സിന്, കർഷകർക്ക് ഉണ്ടാവുകയും അതുമൂലം എല്ലാ ഫാമുകളും, ബഹുഭൂരിഭാഗം ഫാമുകളും അടച്ചുപൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അത് നമ്മളുടെ ഉൽപ്പാദനത്തിന് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ കുഞ്ഞു ഉൽപ്പാദന മേഖല എന്ന് വെച്ചാൽ പാരൻ്റ് വിഭാഗത്തിൽപ്പെട്ട കമ്പനികളായിക്കോട്ടെ ഫാർമേഴ്സ് ആയിക്കോട്ടെ, അവർക്കും ഈ സമീപത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം മൂലം വലിയ രീതിയിൽ പ്രൊഡക്ഷൻ കുറയുകയും ആവശ്യാനുസരണമുള്ള ചിക്സ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയും ചെയ്തിട്ടുണ്ട്. അതും നമ്മളുടെ ഉൽപ്പാദനത്തിനെ വളരെ ഗണ്യമായ തോതിൽ ബാധിക്കുകയുണ്ടായി. ഈ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വില വർധനവിനെ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 150 രൂപ കിലോയ്ക്ക് കഴിഞ്ഞ വർഷം വിലയുണ്ടായിരുന്നപ്പോൾ പലരും കൃഷി നിർത്തിപ്പോയതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണമെന്ന് അവർ പറയുന്നു. കേരളത്തിൽ സർക്കാർ കോഴിക്കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ഇരുവരും പറഞ്ഞു. ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയില്ല. ആയതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് തലത്തിൽ ഇതിനെ ഒരു നല്ല കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട്, കാരണം ഇറച്ചിക്കോഴി എന്ന് പറയുന്നത് ഇന്ന് സാധാരണക്കാരുടെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പോഷകാഹാരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ദൈനംദിനം വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏകദേശം 25 ലക്ഷം കിലോഗ്രാമോളം പ്രതിദിനം ഉപയോഗം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപഭോഗം നടക്കുന്നുണ്ട്. അതിൻ്റെ വെറും 50% മാത്രമേ ഇന്ന് നമുക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. UTV ന്യൂസ്, പാലക്കാട്.